ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സിൻ്റെ എക്സാമ്പിളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പഠിച്ചു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എക്സാമ്പിളേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഒരു 10 or 15 എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്പർ 1 ഡിസ്ക്രൈബിംഗ് വേർഡ്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. പ്ലീസ് ഹാവ് സം ഹോട്ട് കോഫി. അതായത് എനിക്ക് കുറച്ച് ഹോട്ട് കോഫി വേണമെന്ന് പറയണം. അപ്പോൾ ഇതിലത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ പ്ലീസ് ഹാവ് എ സം ഹോട്ട് കോഫി, സം കോഫി എന്ന് പറഞ്ഞാൽ പോരെ, കോഫി എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതിലേതാണ് ഹോട്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത്. എനിക്ക് ചൂടുള്ള കോഫി വേണം. അപ്പോൾ ഇതിലത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? ഹോട്ട്. എക്സാമ്പിൾ നമ്പർ 2 വേർ ഈസ് മൈ റെഡ് പെൻ. എവിടെയാണ് എൻ്റെ റെഡ് പെൻ? അപ്പോൾ ഇതിലെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? റെഡ്. അല്ലെങ്കിൽ പറഞ്ഞ പോരെ വെർ ഈസ് മൈ പെൻ എന്ന് ചോദിച്ചാൽ പോരെ. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, റെഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? റെഡ്. ഐ ഈറ്റ് ഹെൽത്തി ഫുഡ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ പോരെ, അതിന് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണ്? ഹെൽത്തി ഫുഡ്. ഹെൽത്തി. എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്? ഹെൽത്തി. മൈ സിസ്റ്റർ ഹാസ് എ ലോങ്. എക്സാമ്പിൾ നമ്പർ 4 മൈ സിസ്റ്റർ ഹാസ് എ ലോങ് ഹെയർ. എൻ്റെ സിസ്റ്റർക്ക് നീണ്ട മുടിയുണ്ട്. അപ്പോൾ അതിലത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? ഹാസ് എ ലോങ് ഹെയർ. മൈ സിസ്റ്റർ ഹാസ് എ ലോങ് ഹെയർ. അപ്പോൾ ലോങ്, നീളമുള്ള മുടിയുണ്ട്. മൈ സിസ്റ്റർ ഹാസ് എ ഹെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർക്ക് മുടിയുണ്ട്, പക്ഷെ ലോങ് ഹെയർ. ആ ഹെയറിനെ അവർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്തിനാണ്? ലോങ് ഹെയർ, നീട്ടമുള്ള മുടി. മൈ അങ്കിൾ ഹാസ് എ 3 cars. എൻ്റെ അങ്കിളിന് 3 കാർ ഉണ്ട്. ഇതിലെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? മൈ അങ്കിൾ ഹാസ് എ 3 car. മൈ അങ്കിൾ ഹാസ് എ കാർസ് എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഇവിടെ 3 car. 3 ആണ് അവിടുത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ്. 3 എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഐ ലൈക്ക് സ്വീറ്റ് ക്യാൻഡീസ്. ഐ ലൈക്ക് സ്വീറ്റ് ക്യാൻഡീസ്. എന്താ? എനിക്ക് ക്യാൻഡീസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലെ സ്വീറ്റ്, അതിനെ മെൻഷൻ ചെയ്യുന്നത് സ്വീറ്റ് ക്യാൻഡീസ്. ദ ആപ്പിൾ ഈസ് റെഡ്. ആപ്പിള് റെഡാണ്. ഗ്രീൻ ആപ്പിളും ഉണ്ട്, യെല്ലോ എന്താ പറയുക റെഡ് ആപ്പിളും ഉണ്ട്. അപ്പം അതിൽ മെൻഷൻ ചെയ്തേക്കുന്നില്ല, റെഡ് എന്ന വാക്കാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ബോൾ ഈസ് റൗണ്ട്. ബോള് റൗണ്ടിലാണ്. അപ്പം എങ്ങനെയാ? ദ ബോൾ ഈസ് റൗണ്ട്. ബോള് റൗണ്ടിലാന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ ഇതെന്താണ് പറയുന്നത്? ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? റൗണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയാണ്, ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അത് സെന്റൻസിൽ ആ ഒരു പദത്തിനെ കുറിച്ച് നല്ല പോലെ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീലയാണ്. സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ആകാശം നീലയാണ്. അത് കളറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതുപോലെ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. പുല്ല് പച്ചയാണ്. അപ്പോൾ അവിടെ എന്താണ്? ഗ്രീൻ കളറിനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസിൽ പർട്ടിക്കുലർ വേർഡിനെ കുറിച്ച് പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രത്യേകം ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡിനെ, വിവരിച്ചിരിക്കുന്ന വേർഡ്സിനെയാണ് പറയുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഞാൻ അതിനെ കുറച്ച് എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, കുറച്ച് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ, ബൈ.